അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന പാസ്റ്റർ റെനി ജോൺ, ഹൈ റേഞ്ച് സോണലിൻ്റെ ഡയറക്ടറായിരിക്കുന്ന അഭിഷക്തൻ മുന്നോട്ട് വന്ന് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യും. കർത്താവിൻ്റെ ദാസനെ വളരെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകളിലൂടെ വിരാമമിടുന്നു. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കർത്താവിൻ്റെ വചനവുമായി ഈ കൺവെൻഷൻ്റെ രണ്ടാം ദിവസം രണ്ടാമത്തെ സെഷനിൽ ആയിരിക്കാൻ ദൈവം നൽകിയ എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ഓവർസിയർ വൈറജി പാസ്റ്റർ, അസിസ്റ്റന്റ് ഓവർസിയർ ഷിബു കെ മാത്യു സാർ, സ്റ്റേറ്റ് സെക്രട്ടറി സാങ്കുട്ടി മാത്യു സാർ, മറ്റെല്ലാ ദൈവദാസന്മാർ, ഇന്ന് പകൽ ലീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ, എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദൈവദാസിമാർ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം നന്മകൾ കൊണ്ട് ഇന്ന് പകൽ നിറയ്ക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസൻ ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്തത്. അതിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട 2 മെസ്സേജുകൾ ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കാൻ ഇടയായി. തുടർന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന ഒരു ദൈവിക ആലോചന ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷ മേഖലയിൽ റോമിലുള്ള സഭയെ ഉദ്ധരിച്ചുകൊണ്ട് റോമിലെ ദൈവമക്കളെ പ്രതിദാനം ചെയ്തുകൊണ്ട് താൻ വിളംബരം ചെയ്ത ശക്തവും വ്യക്തവുമായ ഒരു വാക്യമാണല്ലോ റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. ക്രിസ്തു നിമിത്തം നമുക്ക് പൂർണ്ണ ജയം ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. പ്രവചനം താൽക്കാലികമാണ്, രോഗശാന്തി താൽക്കാലികമാണ്. ഇവയൊന്നും നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുകയില്ല. നമ്മെ നിത്യതയിൽ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. പ്രവചനം കേട്ടതുകൊണ്ടോ, ക്യാൻസർ മാറിയതുകൊണ്ടോ, ഭൂതം മാറിയതുകൊണ്ടോ നിത്യതയിൽ ഒരു വ്യക്തിയും പോകുകയില്ല. എന്നാൽ ദൈവവചനത്തിന് അതിൻ്റെ പ്രാധാന്യതയുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് വേഗത്തിൽ ആ ദൂതിലേക്ക് കടക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. സാധു സുന്ദർ സിംഗിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള ഒരു ഭാഗം ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ലഭിക്കുകയാണ്. സാധു സുന്ദർ സിംഗ് ഒരിക്കൽ ഒരു വഴിയാത്രയിൽ താൻ ദീർഘദൂരം ഒരു ബസ്സിൽ യാത്ര ചെയ്യുക, ഏതാണ്ട് 30ഓളം പാസഞ്ചേഴ്സ് ഉള്ള ഒരു യാത്രയിൽ താൻ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബസ്സിലുള്ള ജീവനക്കാർ പറഞ്ഞു, ഈ വണ്ടി അല്പസമയം അരമണിക്കൂർ ഇവിടെ പാർക്ക് ചെയ്യുക. വെള്ളം കുടിക്കേണ്ടവർക്ക്, യൂറിൻ പാസ് ചെയ്യേണ്ടവർക്ക്, കൈകാലുകളൊന്ന് അനക്കേണ്ടവർക്ക്, നടക്കാനൊക്കെ ഉള്ള സമയമാണ്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേഗത്തിൽ കയറി വരണം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ വാഹനം വീണ്ടും ഇവിടുന്ന് ചലിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും, ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സാധു സുന്ദർ സിംഗ് മാത്രം ആ വണ്ടിയിൽ തന്നെ ഇരുന്നു. തൊട്ടടുത്തൊരു വയോവൃദ്ധനായിരിക്കുന്ന പ്രായം ചെന്ന ഒരു പിതാവ് ആ ബസ്സിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. തൻ്റെ തോളിൽ കിടന്ന 2-ാം മുണ്ട് താൻ എഴുന്നേറ്റ സീറ്റിൽ ഇട്ടിട്ട് താനും ഓരോ കമ്പിയെ പിടിച്ചുകൊണ്ട്, നടക്കുവാൻ ത്രാണിയില്ലാത്ത കമ്പിയെ പിടിച്ചുകൊണ്ട് ആ പിതാവ് ആ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായിരിക്കുന്ന, ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ആ ബസ്സിലേക്ക് കയറി വരികയാണ്. അദ്ദേഹം കയറി വന്ന് ഈ സുന്ദർ സിംഗിന്റെ തൊട്ടടുത്ത സീറ്റിൽ കിടന്ന ആ വൃദ്ധനായ മനുഷ്യന്റെ 2-ാം മുണ്ട് താഴെ ആ ബസ്സിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടിട്ട് ആ സീറ്റിൽ കയറിയിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ പ്രിയ പിതാവ് കമ്പികളൊക്കെ പിടിച്ച് തൻ്റെ സീറ്റിലേക്ക് ഇരിക്കാൻ നോക്കുമ്പോൾ ചെറുപ്പക്കാരനായിരിക്കുന്ന
ഒരു വ്യക്തി അവിടെ ഇരിക്കുകയാ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എൻ്റെ സീറ്റാ, ഞാൻ വന്നതാ, ഞാൻ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്തതാ, നീ ഒന്നും മാറിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ സീറ്റാണെന്ന് എങ്ങനെ അറിയാം? റിസർവ് ചെയ്തിട്ടുണ്ടോ? പേരെഴുതി വെച്ചിട്ടുണ്ടോ? ഇത് ഇനി എൻ്റെ സീറ്റാണ്, നീ വേറെ എവിടെങ്കിലും പോയി ഇരുന്നു കൊള്ളുക എന്ന് പറഞ്ഞ് തന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഈ പ്രിയ പിതാവ് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് വന്നതാണ്, മാറിത്തരണമെന്ന് പറയുമ്പോൾ കോപിഷ്ഠനായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ ഈ നാട്ടിലെ ഒരു മന്ത്രവാദിയാണ്. ഞാൻ നിന്നെ കൈകാലുകളെ തളർത്തി ഇതിനകത്തിടും, അതുകൊണ്ട് വേറെ ഏതെങ്കിലും സീറ്റ് നോക്കി നീ മാറിപ്പോകുക എന്ന് പറയുമ്പോൾ ഈ പ്രിയ പിതാവ് മാറിപ്പോകാതെ നിൽക്കുമ്പോൾ തൻ്റെ ഉടുപ്പിന്റെ മേൽ നിന്ന് 2 ബട്ടൺസ് അഴിച്ചിട്ട് തൻ്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷം പോലെയുള്ള മാല പുറത്തേക്കെടുത്ത് എന്തോ മന്ത്രം ജപിച്ചപ്പോൾ ഈ പ്രായമുള്ള പിതാവ് കൈകാലുകൾ കുഴഞ്ഞ് ആ ബസ്സിനകത്ത് വീഴുകയാണ്. ആ സമയത്ത് അവിടെ ഇരുന്നവരെല്ലാം ബഹളം വെച്ച് എന്താണ് ഈ പ്രിയ പിതാവിനോട് കാണിച്ചതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ ആ സമയത്ത് സുന്ദർ സിംഗ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ചെറുപ്പക്കാരന് പറയുകയാണ്, നീ എന്താണ് ഈ കാണിച്ചത്? എൻ്റെ കൂടെ മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ വരെ വന്ന ഒരു പിതാവാണ്, നിങ്ങൾ ഈ കാണിച്ചത് തെറ്റാണെന്ന് പറയുമ്പോൾ സുന്ദർ സിംഗിനോട് ഈ വ്യക്തി പറഞ്ഞൊരു പദമാണ്, നീ മിണ്ടരുത്, നിന്നെയും ഞാൻ താഴെയിടും. സുന്ദർ സിംഗ് പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയാ. ആമേൻ. സുന്ദർ സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേ, അങ്ങനാണെങ്കിൽ നീ എന്നെ താഴെയിടുക. പെട്ടെന്ന് തൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ആ ബസ്സിൽ നിന്ന് ആമേ ചൊല്ലുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, 6 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ സുന്ദർ സിംഗ് അങ്ങനെ തന്നെ നിപ്പുണ്ട് ബസ്സിനകത്ത്. അദ്ദേഹം താഴെ വീണില്ല. ആ പ്രിയ പിതാവ് വീണതുപോലെ സുന്ദർ സിംഗ് വീണില്ല. അപ്പോൾ കൈയടിച്ചുകൊണ്ട് ആൾക്കാർ ചോദിച്ചു, എന്തേ നിന്റെ മന്ത്രവും തന്ത്രവും ഇവന്റെ നേരെ പതിക്കാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ സുന്ദർ സിംഗ് ആമെ നോക്കിക്കൊണ്ട് ഈ മന്ത്രവാദി പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, എനിക്ക് അവനെ താഴെ ഇടാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ ഇവന്റെ ഉടുപ്പിന്റെ പോക്കറ്റിനകത്ത് ഒരു പേപ്പർ കഷ്ണം കിടപ്പുണ്ട്. ആ പേപ്പർ കഷ്ണം കിടക്കുന്നിടത്തോളം കാലം എനിക്കിവനെ താഴെ ഇടാൻ പറ്റുകയില്ല. പെട്ടെന്ന് സുന്ദർ സിംഗ് തൻ്റെ ആമന് ഉടുപ്പിനകത്തെ പോക്കറ്റിൽ കൈയിട്ട് താൻ പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ടത്, പ്രഭാതത്തിൽ എപ്പോഴോ വിശുദ്ധ വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുറിയപ്പെട്ട താളുകൾ തൻ്റെ പോക്കറ്റിൽ ഇട്ടതാണ്. പക്ഷെ സുന്ദർ സിംഗ് മറന്നു. പക്ഷെ പിശാച് അത് കണ്ടിട്ട് അവനെ തള്ളിയിടാൻ കഴിയാതെ മാറി നിന്ന ഒരു കഥ ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താ കാര്യം? തൻ്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ കിടന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളിന്റെ ഒരു മുറി തൻ്റെ ഉടുപ്പിനകത്ത് കിടന്നതുകൊണ്ട് സ്വാമി ദുഷ്ടനായ മനുഷ്യന്റെ മന്ത്രം ഫലിച്ചില്ലെന്ന്. സ്തോത്രം പറയാമോ? ആമേ. ദുഷ്ടനായ മനുഷ്യന്റെ തന്ത്രം ഫലിച്ചില്ലെന്ന്. ആ സമയത്ത് ബസ്സിലുള്ളവരെല്ലാം ചിരിക്കാൻ തുടങ്ങി, ബഹളം വെക്കാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരന്റെ അഭിമാനം പോകുന്ന വിഷയമല്ലേ. അതുകൊണ്ട് എന്താ ചെയ്തെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ആമേൻ, ഈ സുന്ദർ സിംഗ് പറഞ്ഞു, ഈ പേപ്പർ കഷ്ണമല്ലേ തടസ്സം, അങ്ങനാണെങ്കിൽ ഈ പേപ്പർ കഷ്ണം തൊട്ടടുത്ത് നിന്ന് ഒരു പാസഞ്ചറിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുകയാ. എന്നാൽ സുന്ദർ സിംഗ് വീണ്ടും അവിടെ നിൽക്കുമ്പോൾ ഈ മന്ത്രവാദി വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന്റെ കൈ പേപ്പർ കഷ്ണമില്ല. ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിച്ചോണം, നമ്മൾ ദൈവമക്കളാണ്. അതിനകത്തൊരു ശക്തമായ ദൂത് പറയാൻ താല്പര്യപ്പെടുകയാ. ആമൻ. ആ പേപ്പർ കഷ്ണം കയ്യിലില്ലാത്ത ഈ സുന്ദർ സിംഗ് ആമ തന്നെ വെല്ലുവിളിക്കുക, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ താഴെ ഇടുക. താൻ ശക്തിയോടും തന്റെ അമിത ബലത്തോടും കൂടെ ആ മന്ത്രവാദി ആ ഭക്തനായ മനുഷ്യനെ താഴെ ഇടുവാനുമായി തന്റെ മന്ത്രം ജപിച്ചിട്ട് 5 മിനിറ്റും 10 മിനിറ്റും പ്രാർത്ഥിച്ചിട്ട് താഴെ വീഴുന്നില്ല. അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാ. കരമടിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു ദൂത് പറയാ. ഹല്ലേലൂയ. ഘാട്ടത്തിൽ കൂട്ടെ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ഒരുമിച്ച് ചോദിച്ചു, എന്തേ പേപ്പർ ഇല്ലല്ലോ, പേപ്പർ കഷ്ണമില്ലല്ലോ, എന്താ നിനക്കിപ്പോ ഈ ബുക്ക് ഈ മനുഷ്യനെ താഴെ ഇടാൻ പറ്റാത്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. ആ മന്ത്രവാദി പറഞ്ഞത് ഇങ്ങനെയാ, ആ പേപ്പർ കഷ്ണം അവന്റെ കയ്യിൽ ഇല്ലെങ്കിലോ അവന്റെ പേപ്പർ കഷ്ണത്തിനകത്ത് എഴുതപ്പെട്ടത് അവന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്. വചനത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഉപവാസ ഈ കൺവെൻഷന്റെ ആമേൻ ഈ പവർ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവി ഞാൻ ചിലതിനെ നോക്കി ദൂത് കൈമാറുകയാ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടം വിട്ട് നിങ്ങൾ പോകുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിന്റെ കൂടാരത്തിനകത്ത് വസിക്കുമ്പോൾ ഒരു മന്ത്രഭൂത പ്രേത ശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയാതെ ആത്മസാന്നിധ്യം കൊണ്ട് അനുഭവിക്കുന്ന ഒരു ദൈവ കൃപയുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ്.
കരമടിച്ചു സ്വോത്രം ചെയ്യ്. ആമേൻ. ഒരു പേപ്പർ കഷ്ണത്തിനകത്ത് ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകത്തിൽ ആ പുസ്തകം അടങ്ങിയ ഈ മുഴു പുസ്തകം കയ്യിലിരിക്കുമ്പോ നീ ആരെയാ പേടിക്കുന്നേ? നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ജോലിക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി ഏതെങ്കിലും ശക്തി നിനക്കെതിരെ എഴുന്നേറ്റ് നിന്ന ഇന്നു പകൽ ആത്മാവിനെ വിളിച്ചു പറയാ, നിന്റെ അകത്ത് എഴുതപ്പെട്ട വചനത്തിന്റെ ശക്തി ഇവിടെയാണ് പൂർണ്ണ ജയം പ്രാപിക്കേണ്ടത്. നമ്മൾ ജയാളികളല്ല, നമ്മൾ പൂർണ്ണ ജയാളികളാണ്. ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരെ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ ഈ ഉച്ചയാകുന്ന സമയം ഞാൻ വിളിച്ചു പറയാ, നമ്മൾ ജയാളികളല്ല, നമ്മൾ ജയാളികളല്ല. ഈ കൺവെൻഷന് വന്ന അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, നമ്മൾ ജയാളികളല്ല. പിന്നെ നമ്മൾ ആരാ? നമ്മൾ പൂർണ്ണ ജയാളികളാ. എങ്ങനെ? ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ലഭിച്ച ജയത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന അഭിഷിക്തന്മാർ മൗനമാകരുത്, അഭിഷിക്ത ദാസിമാർ മൗനമാകരുത്. ഇന്ന് പകൽ ഈ അകത്തെഴുതപ്പെട്ട വചനത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാ. ആരംഭം മുതൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തി എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ദീർഘസമയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ മെസ്സേജിന് വേണ്ടി പരിശുദ്ധാത്മാവിൽ ഞാൻ മുട്ടുമടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തം നിങ്ങളോട് കൈമാറാം. ഈ കൺവെൻഷൻ എല്ലാ വർഷത്തെ കൺവെൻഷൻ പോലെയല്ല. ചില വിഷയത്തിൽ പൂർണ്ണ ജയം പ്രാപിക്കുന്ന, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ കുടുംബത്തിന്, ആരോഗ്യത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില ശക്തികളെ ജയിക്കാനല്ല, ഒരു പൂർണ്ണ ജയം പ്രാപിക്കാൻ. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, ശക്തിയോടെ കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങ്. ഒരു പൂർണ്ണ ജയം പ്രാപിച്ച് എഴുന്നേൽക്കാവൂ. ചില വിഷയത്തിലും മറുപടി കിട്ടി എഴുന്നേൽക്കാവൂ. നാളുകൾ കൊണ്ട് നിന്നെ കരയിപ്പിച്ച, നിന്നെ ഏങ്ങലടുപ്പിച്ച, നിങ്ങളെ ഉറക്കത്തെ കെടുത്തിയ ദൂതന്റെ തീയമ്പുകളെ ജയിക്കാനുള്ള അഭിഷേകത്തിന്റെ ശക്തി, അകത്തെഴുതപ്പെട്ട വചനത്തിന്റെ ശക്തി മന്ത്രവാദിയെ തോൽപ്പിച്ചെങ്കിൽ, ശകുനവാദക്കാരനെ തോൽപ്പിച്ചെങ്കിൽ, ഇന്ന് പകൽ അകത്തുള്ള ദൈവകൃപ വ്യാപരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവവചനത്തിനാണ് പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഇവിടെ നിന്ന് നിന്നെ വാലല്ല തലയാക്കാം, നിന്റെ സ്റ്റേജ് മാറ്റാം, മക്കളെ അമേരിക്കയിലേക്ക് വിടാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യടി കൂടും. പക്ഷെ അതിനകത്തല്ല ദൈവകൃപ വ്യാപരിക്കുന്നത്. ദൈവവചനത്തിന്റെ ശക്തി അകത്ത് കിടന്ന് തിളയ്ക്കുമ്പോ നമ്മുടെ ഊർജം വർദ്ധിക്കുകയാ, നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂടുകയാ. ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാണുന്നുണ്ട് ഒരറ്റം മുതൽ മററ്റം വരെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ അറിയുന്നുണ്ട്. ഈ വചനത്തിൽ കൂടെ ചില ദൂതുകൾ ഞാൻ കൈമാറാൻ താല്പര്യപ്പെടുകയാ. എൻ്റെ കൂടെ എൻ്റെ ദൈവദാസന്മാർ വരണം, ദൈവദാസിമാർ വരണം. ഇന്ന് പകൽ ഒരുമിച്ച് ആ വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയാൻ പോകുകയാ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമിലുള്ള വിശ്വാസികളെ ഉറപ്പിക്കുന്ന ശക്തമായ ഒരു വചനമാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതി. റോമാ സഭ സ്ഥാപിച്ചത് പൗലോസ് അല്ല. ആമേൻ. വേദപണ്ഡിതന്മാർ 3 അഭിപ്രായങ്ങൾ പറയുന്നു. ഒന്നാമത്തെ അഭിപ്രായം പത്രോസാണ് ഈ റോമാ സഭ ആരംഭിച്ചതെന്ന്. തെളിവായി പറയുന്നു, റോമിൽ വെച്ച് പത്രോസ് രക്തസാക്ഷി മരണം സ്വീകരിച്ചു എന്ന്. മറുകൂട്ടര് പറയുന്നു, യെരുശലേമിൽ വന്ന് മാനസാന്തരപ്പെട്ട് തിരികെ പോയ പ്രിയപ്പെട്ടവർ ആരംഭിച്ച സഭയാണ് റോമാ സഭ എന്ന് പറയുന്നു. അതിൽ കൂടെ മൂന്നാമതൊരു കൂട്ടര് പറയുന്നു, ക്രിസ്ത്യാനികളായി ഒറ്റപ്പെട്ട് ഈ പട്ടണത്തിൽ ചേക്കേറിയവർ ആരംഭിച്ച സഭയാണ് റോമാ സഭ എന്ന് പറയുന്നു. എന്തുമാകട്ടെ, എന്റെ വിഷയം അതല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സഭയ്ക്ക് കൊടുത്ത ദൂത് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സഭയ്ക്ക് ദൈവം നൽകാൻ പോകുകയാ. എന്താ ജയം? പഴയ നിയമത്തിൽ ജയമാണ് നിൽക്കുന്നത്. പഴയ നിയമത്തിൽ പൂർണ്ണ ജയമില്ല.
പഴയ നിയമത്തിൽ പൂർണ്ണ ജയമല്ല, പഴയ നിയമത്തിൽ ജയമാണ്. അതുകൊണ്ടാണ് കൽദേരോടും മോവാബ്യരോടും അമ്മോനിയരോടും ഫെലിസ്ത്യരോടും ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ, 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും യുദ്ധത്തിനു വേണ്ടി ആ ജനം വീണ്ടും തയ്യാറാകുന്നത്. ഒരിക്കൽ ജയിച്ചത്, പക്ഷെ പിന്നീട് യുദ്ധം ആരംഭിക്കുന്നത്. അത് ജയത്തിന്റെ പ്രത്യേകതയാ. ജയത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പുറകിൽ ഒരു തോൽവിയുണ്ട്. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു? ജയത്തിന്റെ പ്രത്യേകത അതിന്റെ പുറകിൽ ഒരു തോൽവിയുണ്ട്. ആമ ജയിച്ചിരിക്കാം, പക്ഷെ 6 മാസം കഴിയുമ്പോൾ നീ വീണ്ടും തോറ്റുപോകാം. നീ ജയിച്ചിരിക്കാം, 1 വർഷം കഴിയുമ്പോൾ നീ വീണ്ടും തോറ്റുപോകാം. 6 ദിവസം ജയിച്ചിരിക്കാം, 7-ാം ദിവസം തോറ്റുപോകാം. അത് ജയത്തിന്റെ പ്രത്യേകതയാ. പക്ഷെ പൗലോസ് പറയുന്ന ജയം പൂർണ്ണ ജയമാ. പൂർണ്ണ ജയത്തിന്റെ പ്രത്യേകത അതിന്റെ പുറകിൽ തോൽവിയില്ല. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അതിന്റെ പുറകിൽ തോൽവിയില്ല. എന്റെ അഭിഷിക്തന്മാരെ, ശുശ്രൂഷ മേഖലകളിൽ തോറ്റുപോകാത്ത ചില ദൈവകൃപ പ്രാപിക്കേണ്ടതിന്, ആത്മാക്കളെ നേടേണ്ടതിന്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് ജയിച്ചിരുന്നാൽ പോരാ. 2020 ജയിച്ചു കാണും, 1999 ജയിച്ചു കാണും. പക്ഷെ 2020 99 ജയിച്ച ജയം കൊണ്ട് 2025 പറ്റില്ല. 2025 ചിലതിന്റെ മേൽ പൂർണ്ണജയം പ്രാപിച്ചേ പറ്റൂ. നിന്റെ ജീവിതത്തിന് നേരെ നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ പൂർണ്ണജയം പ്രാപിക്കുവാൻ ദൈവകൃപ പ്രാപിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഉറങ്ങരുത്. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ജയിക്കണം, അത് പൂർണ്ണജയമാകണം. എങ്ങനെയാ പൂർണ്ണജയം കിട്ടുന്നത്? പഴയ നിയമത്തിൽ ജയമാണെങ്കിൽ പൂർണ്ണജയം പുതിയ നിയമത്തിൽ കിട്ടിയത് അത് ക്രിസ്തുവേശു മുഖാന്തരമാ. ഹല്ലേലൂയ. അടുത്ത കരം തൊട്ട് പറയാമോ? ക്രിസ്തുവേശു മുഖാന്തരമാ. അടുത്ത കരം തൊട്ട് പറയാമോ? ക്രിസ്തുവേശുവിൽ. ആമേൻ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവേശുവിൽ പൂർണ്ണ ജയാളികളായ അഭിഷിക്തന്മാർ, അഭിഷിക്ത ദാസിമാർ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, നിങ്ങളുടെ മേൽ പകരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഈ പുസ്തകം ഞാൻ പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ളതായ ജയത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. 6-ാം അധ്യായത്തിൽ പാപത്തെക്കുറിച്ചുള്ള ജയ, 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ജയ, 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ആത്മാവിൽ ജയിക്കുക. ഒരുമിച്ച് പറയാമോ? ആത്മാവിൽ ജയിക്കുക, പാപത്തിൽ ജയിക്കുക, ന്യായപ്രമാണത്തിൽ ജയിക്കുക. പക്ഷെ ആ 8-ാം അധ്യായത്തിൽ ആത്മാവിൽ ജയിക്കുക. 7-ാം അധ്യായം പൗലോസിന്റെ ജീവിതം ഒരു സാധാരണ അധ്യായമല്ല. 7-ാം അധ്യായം ഒരു സിമ്പിളായ ഒരു അധ്യായമല്ല. 7-ാം അധ്യായം പൗലോസ് കരഞ്ഞ അധ്യായമാ. കരഞ്ഞ അധ്യായം. എന്റെ കൂടെ വരണേ. 7-ാം അധ്യായം പൗലോസ് കരഞ്ഞ അധ്യായമാ. പക്ഷെ 8-ാം അധ്യായം പൗലോസ് കരഞ്ഞ അധ്യായമല്ല, പൗലോസ് ചാടി എഴുന്നേറ്റ അധ്യായമാ. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽ ഈ ദൂതനെ കടന്ന് വിശ്വസിക്കും? സാധാരണക്കാരനായിരിക്കുന്ന ഞാൻ, നിങ്ങളെക്കാൾ ഒട്ടും വലിയനല്ലാത്ത ഞാൻ ഇന്ന് പകൽ പ്രാപിച്ച കൃപയ്ക്കത്തവണ്ണം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. 7-ാം അധ്യായത്തിൽ പൗലോസ് കരഞ്ഞെങ്കിൽ 8-ാം അധ്യായത്തിൽ പൗലോസ് ചാടി എഴുന്നേറ്റു. ഒരർത്ഥം ഞാൻ പറയാ, 7-ാം അധ്യായത്തിൽ നിന്നെ കരയിപ്പിച്ചെങ്കിൽ 8-ാം അധ്യായം ഈ കൺവെൻഷന് തിരശ്ശീല വീഴുന്നതിന് മുമ്പ് 8-ാം അധ്യായം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കാൻ പോകുകയാ. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത്, സഭാ പരിപാലനത്തിനകത്ത്, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, അഭിഷിക്തന്മാരെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, നിങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു പൂർണ്ണജയം നൽകേണ്ടതിന് ഒരു 8-ാം അധ്യായം. എത്ര പേർ ഇന്ന് പകൽ അതിനെ വിശ്വസിക്കും? ഞാൻ ഇന്ന് പകൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുകയാ. ഇന്ന് പകൽ എന്തെങ്കിലും പറഞ്ഞു പോകുകയല്ല. ആമേൻ. അഭിഷേകത്തിന്റെ ശക്തിയോടെ എന്റെ ദൈവദാസന്മാരോട് ഞാൻ ഇന്ന് പകൽ ആത്മാവി ദൂത് പറയുകയാ. 8-ാം അധ്യായം പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. 8-ാം അധ്യായം പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? 8-ാം അധ്യായം. ഞാൻ ഇന്ന് പകൽ വേഗത്തിൽ കമ്പി വാചകങ്ങളിൽ ആ ഭാഗത്ത് പോകട്ടെ. ലഭിച്ച സമയത്തിനുള്ളിൽ എന്റെ വാക്ക് അവസാനിപ്പിക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. 8-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ പൗലോസ് കരയുകയാ. കരയുന്ന ഒരു പൗലോസിനെയാ കാണുന്നേ. ആമേൻ. എങ്ങനെയാണ്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. 24-ാം വാക്യം എന്നെ ശ്രദ്ധിച്ചാൽ മതി. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആ കരച്ചിലിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അയ്യോ,
ഹല്ലേലൂയ. എപ്പോഴാ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നേ? ഒരു വീടില്ലാതെ വാടക വീട് മാറി മാറി താമസിച്ചിട്ട് ആമേൻ ദൈവം ഒരു വീട് നൽകുമ്പോൾ ഹല്ലേലൂയ കോൺട്രാക്റ്റിന്റെ കയ്യിൽ നിന്ന് ആ കീ കയ്യിൽ വാങ്ങുമ്പോൾ ദൈവദാസനെ പ്രാർത്ഥിച്ച് ആ വീട് തുറന്നു തരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. നമ്മൾ കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുക്കി കരഞ്ഞെന്നിരിക്കും. പക്ഷെ അവിടെ അയ്യോ എന്ന പദം വരത്തില്ല. സൈക്കിൾ ചവിട്ടി ചവിട്ടി നടന്ന് നടന്ന് ഒരു വാഹനമില്ലാതെ വരുമ്പോ ഒരു 2 വീലർ വാങ്ങിക്കാൻ, ഒരു 4 വീലർ വാങ്ങിക്കാൻ ദൈവം ഒരു അവസരം നൽകുമ്പോ ആ ഷോറൂമിൽ നിന്നൊരു വാഹനം കയ്യിൽ ലഭിക്കുന്ന സമയം ഒരു പക്ഷെ നീ കഴിഞ്ഞ നാളുകളിൽ നടന്നത് ഓർക്കുമ്പോ, കഷ്ടപ്പെട്ടത് ഓർക്കുമ്പോ, പലരുടെയും അവഗണനകൾ അനുഭവിച്ചത് ഓർക്കുമ്പോ നിന്റെ കണ്ണു നിറഞ്ഞിരിക്കും. പക്ഷെ അവിടെ അയ്യോ എന്ന പദം വരത്തില്ല. കരഞ്ഞിരിക്കും. വീട് കിട്ടിയാ നീ കരയോ, വാഹനം കിട്ടിയാ നീ കരയോ, കുഞ്ഞുങ്ങൾക്ക് വിദേശ യാത്ര നൽകിയ കരയോ, ദൈവം നിനക്ക് ശുശ്രൂഷ മേഖല ഉയർച്ചകൾ നൽകിയ നീ കരയും. പക്ഷേ അവിടെ അയ്യോ എന്ന പദം വരത്തില്ല. അയ്യോ എന്ന പദം എവിടെയാ വരുന്നത്? ചേതനയേറ്റ് കിടക്കുന്ന ശരീരത്തെ കൈകളും കാലുകളും കൂട്ടിക്കെട്ടി, മേത്താടിയും കീത്താടിയും കൂട്ടിക്കെട്ടി വീടിന്റെ ഉമ്മരത്ത് നിലത്തി കിടത്തിയിരിക്കുന്ന ചേതനയേറ്റ ഭർത്താവിന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭാര്യ നിലവിളിക്കുമ്പോൾ, കരയുമ്പോൾ ഉറപ്പിക്കുന്ന ഒരു ശബ്ദമാണ് അയ്യോ, എനിക്കിനി ആരുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ട്. അപ്പോൾ എവിടെയാ അയ്യോ എന്ന പദം വരുന്നേ? നഷ്ടബോധം തിരിച്ചറിയുമ്പോ, കരച്ചിലിനകത്ത് നഷ്ടബോധം തിരിച്ചറിയുമ്പോ അയ്യോ എന്ന പദം വരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പൗലോസ് 7-ാം അധ്യായത്തിൽ കരഞ്ഞപ്പോ അയ്യോ എന്ന പദം ഉപയോഗിച്ചത് പൗലോസിന് നഷ്ടബോധം മനസ്സിലായി. എന്തേ? താൻ കണ്ട 3-ാം സ്വർഗത്തോളം തനിക്ക് എടുക്കപ്പെടാൻ കഴിയത്തില്ലല്ലോ. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നന്നായി ജീവിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കത് കഴിയുന്നില്ല. പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് ഒറ്റ കരച്ചില്, നഷ്ടബോധം, സ്വർഗത്തെ കുറിച്ചുള്ള നഷ്ടബോധം തിരിച്ചറിഞ്ഞ് പൗലോസ് ഒറ്റ കരച്ചില് അയ്യോ എന്ന് കരയുകയാ. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു? എവിടെയാണ് നഷ്ടബോധം സംഭവിച്ചത്? നമ്മെ വിളിച്ചു വേർതിരിച്ച് ശുശ്രൂഷയ്ക്കാക്കിയെങ്കിൽ, നമ്മെ ദൈവം ഈ പാഠശാലയ്ക്കകത്ത് കൊണ്ടുവന്നെങ്കിൽ, എവിടെയോ നഷ്ടബോധം സംഭവിക്കുന്നെങ്കിൽ, നിത്യത നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ, ഇന്ന് പകൽ കരയേണ്ട ഈ കരച്ചിലല്ല. അയ്യോ എന്ന് പറഞ്ഞ് കരയുന്ന ജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഇന്ന് കൈവിടപ്പെട്ടു പോകരുത്. 7-ാം അധ്യായത്തിൽ പൗലോസ് കരയുക, പക്ഷെ 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് കരയുകയല്ല, പൗലോസ് എഴുന്നേറ്റ് നിൽക്കുകയാ. ഒരു 7-ാം അധ്യായത്തിൽ നിലവിളിച്ച വിഷയത്തിൽ 8-ാം അധ്യായം മറുപടി. ഹല്ലേലൂയ. അതെങ്ങനെ സംഭവിച്ചു? ഒരധ്യായത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൗലോസ് 8-ാം അധ്യായത്തിൽ എങ്ങനെ ചിരിച്ചു? ഞാൻ എൻ്റെ പ്രസംഗ ശൈലി ഞാൻ ഇങ്ങനെ പറയാ. 7-ാം അധ്യായത്തിൽ കരഞ്ഞ പൗലോസ് 8-ാം അധ്യായത്തിൽ എങ്ങനെ ചിരിച്ചു? ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ എൻ്റെ കുടുംബമായി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, കൊച്ചു കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങളിൽ രണ്ടാമത്തവൻ അവൻ അവിടെ ഇരുന്നൊരു ടോയ് എടുത്തു. ലാസ്റ്റ് വീട് വിട്ടു പോകാൻ നേരത്ത് ഇവന് തിരികെ കൊടുക്കത്തില്ല. ഞങ്ങളത് പിടിച്ചു വാങ്ങിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. അവര് പറഞ്ഞു, വേണ്ട പാസ്റ്റർ, കൊണ്ടുപോക്കോ, കുഞ്ഞെടുത്തതല്ലേ. ഞങ്ങൾ പറഞ്ഞു, നടക്കത്തില്ല, ഇവിടെ നിന്ന് എടുത്താൽ അടുത്ത വീട്ടിൽ വരുമ്പോ പിന്നെ അവൻ എടുക്കും. അതുകൊണ്ട് തിരികെ കൊടുത്തു. വീട്ടിൽ വന്നു, സമരം ആരംഭിച്ചു. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത്? ഫുഡ് കഴിക്കുന്നില്ല, റൊട്ടി കഴിക്കുന്നില്ല, മുട്ട കഴിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു ദിവസം മൊത്തം തള്ളി നീക്കി. തിരുവനന്തപുരത്ത് പാറശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സഭയിൽ പ്രസംഗിക്കാൻ പകലും രാത്രിയിലും ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ രാത്രി കയറി വന്നു. എൻ്റെ ഭാര്യ ഉണ്ട് പറഞ്ഞാ അവൻ ഒരു വക ഇന്ന് കഴിച്ചില്ല. ഹല്ലേലൂയ. എനിക്ക് ആകെ വിഷമം തോന്നി. കാരണം ഞാൻ അവൻ്റെ അപ്പനാ. ഞാൻ അവൻ്റെ അപ്പനാ. അവൻ കഴിക്കാതിരുന്നപ്പോൾ എൻ്റെ ഹൃദയം പിടയാൻ തുടങ്ങി. അവൻ പാല് കുടിക്കാതിരുന്നപ്പോൾ എൻ്റെ ഹൃദയം പിടയാൻ തുടങ്ങി. നേരം വെളുത്തു. ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. എനിക്ക് മനസ്സിലായി, കാര്യം വലിയ സീരിയസാ. ഇത് നടത്തണമെങ്കിൽ ഇവൻ കരഞ്ഞ വിഷയത്തിന് മറുപടി ഉണ്ടാകണം. ഞാൻ അവനോട് 10 മണിയായപ്പോൾ പറഞ്ഞു, കേരള കാറയിലെന്ന്. അവൻ കാറിൽ കയറി ഒരു കടയിൽ കൊണ്ടുപോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. അവൻ ഇഷ്ടമുള്ള ഒരു ടോയ് എടുത്തു. അപ്പോൾ അവൻ്റെ കരച്ചിൽ നിന്നു. കാറെ കയറിയപ്പോൾ കരച്ചില്, രാവിലെ എഴുന്നേറ്റപ്പോൾ കരച്ചില്, കിടക്കാൻ കിടന്നപ്പോൾ കരച്ചില്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ
അവന്റെ കരച്ചിൽ നിന്നു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, പ്രതീക്ഷിച്ചത് കയ്യിൽ വന്നപ്പോൾ കരച്ചിൽ നിന്നെങ്കിൽ പൗലോസ് 7-ാം അധ്യായത്തിൽ കരഞ്ഞപ്പോൾ 8-ാം അധ്യായത്തിൽ പൗലോസ് ചിരിച്ചതിന്റെ കാരണം അതിന്റെ 2-ാം വാക്യമാണ്. പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ആമേൻ. കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പൗലോസ് കരഞ്ഞത് എന്താ? നിത്യത നഷ്ടപ്പെട്ടു പോകും എന്ന കാരണത്താല. എന്താ? പാപത്തിന്റെ ന്യായപ്രമാണം. ന്യായപ്രമാണം നിമിത്തം അവന്റെ നിത്യ നഷ്ടപ്പെട്ടു പോകുമെന്ന. പക്ഷെ കുത്തിയിരുന്ന് കരഞ്ഞ പൗലോസിനെ തട്ടി വിളിച്ച് അവന്റെ അകത്ത് ജീവന്റെ പ്രമാണം ഇട്ടുകൊടുത്തു. ഇന്ന് പകൽ എന്റെ ദൈവദാസന്മാരെ, ദൈവമക്കളെ, അകത്ത് ജീവന്റെ പ്രമാണം, അകത്ത് ജീവന്റെ വിത്ത് വീഴുമ്പോ അടങ്ങിയിരിക്കരുത്. അകത്ത് ജീവന്റെ വിത്ത് വീണ ഇങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. അകത്തൊരു ജീവന്റെ വിത്ത് വീണ നീ ആനന്ദിക്കും. അകത്തിന്റെ ജീവന്റെ വിത്ത് വീണ നീ സന്തോഷിക്കും. ഹല്ലേലൂയ. ഉദാഹരണം പറയാ, നമ്മുടെ ആന്റിമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. രാവിലെ വാങ്ങിച്ച പാവയ്ക്കകത്ത് കുരുക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ലയോ? പാവയ്ക്കാരി. ആ പാവയ്ക്കാരി പഴുത്തെന്ന് കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞില്ല. ആ കിച്ചന്റെ പുറകിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആന്റിമാര് കുഴിച്ചിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആമേൻ ഒന്നും സംഭവിച്ചില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ നിലം പൊട്ടി. ദൂത് പറ ഏറ്റെടുത്തോണം. ആ നിലം പൊട്ടി 2 ഇലയായി പുറത്തു വന്നു. ആന്റിക്ക് മനസ്സിലായി ഇതിനി വളരുകയാ. അടുത്ത് കണ്ട ഒരു കമ്പ് ഒടിച്ച് കുത്തിവെച്ചു. ആമ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കമ്പ് മുഴുവനും പടർന്ന് കയറി. ആന്റിക്ക് കാര്യം മനസ്സിലായി, ഈ കമ്പ് നിൽക്കത്തില്ല. കുറെ കയറ് വാങ്ങിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ട് വലത്തോട്ട് കെട്ടിവെച്ചു. ആമ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കെട്ടിയ കയറെ മൊത്തം ഇതിന്റെ പടലം കയറി അതിനെ പടർന്നു പിടിച്ചു. അതിന്റെ തല വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാ. ആന്റി കൊടുക്കാവുന്ന വളരെ ആ ശാഖകളെല്ലാം കൊടുത്തു. പക്ഷെ അതിനകത്ത് മുഴുവനും കേറി പടർന്ന ആ പാവല് തലപൊക്കി നിന്ന് ആന്റിയെ നോക്കി പറയുക, നടക്കത്തില്ല കുഞ്ഞെ, നീ എത്രത്തോളം കെട്ടും അത്രത്തോളം ഞാൻ പടരും. നീ എത്രത്തോളം വള്ളി കൊണ്ട് കെട്ടും അത്രത്തോളം ഞാൻ പടരും. ആന്റി 2 കൈയും കൂപ്പി പാവലിനെ നോക്കി പറയുക, എന്റെ പൊന്നു പാവലെ, മതി, പടർന്നതു മതി, ഇനി കാത പടർന്നതു മതി. ആമേ. ആന്റിയെ നോക്കി പാവല് പറയുന്നൊരു പദമുണ്ട്. ആമേ, മതി എന്ന് വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? എന്റെ അകത്തു ജീവനുണ്ട്. എന്റെ അകത്തു ജീവനുണ്ട്. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പേ വരുമ്പോ, പ്രതിസന്ധി നിനക്ക് മുമ്പേ വരുമ്പോ, അകത്ത് ജീവൻ കിടന്ന് തുടിക്കുമ്പോ നിന്റെ വളർച്ചയെ തടയോ, നിന്റെ ഉയർച്ചയെ തടയാ, നിന്റെ ശുശ്രൂഷയെ തടയാ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ അകത്ത് ജീവനുള്ള വിത്ത് വീണ ദൈവജനം ആത്മാവിൽ സ്തോത്രം ചെയ്യേ. അർത്ഥനാദികളുടെ പ്രതിസന്ധിയെ കാണുമ്പോൾ ഉണങ്ങിപ്പോകുന്നതല്ല അകത്ത് കിടക്കുന്ന ജീവൻ. വെല്ലുവിളിയെ കാണുമ്പോൾ ഉണങ്ങിപ്പോകുന്നതല്ല അകത്ത് കിടക്കുന്ന ജീവൻ. ആരോ നിന്നെ കുറിച്ച് എന്തോ പറഞ്ഞു കെട്ടി, അപ്പോൾ ഉണങ്ങിപ്പോകുന്നതല്ല അകത്ത് കിടക്കുന്ന ജീവൻ. അകത്ത് കിടക്കുന്ന ജീവൻ അത് പടരുന്നതാണ്. അത് പടരുന്നതാണ്. ഇന്ന് പകൽ ആത്മാവിൽ അകത്തു ജീവനുള്ള അഭിഷിക്തന്മാർ ഇന്ന് പകൽ ശുശ്രൂഷയിൽ പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ ജയം പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ പറയാ. ജോസഫിന് നേരെ മന്ത്രികൾ കെട്ടിപ്പോക്കി. ജോസഫിനെതിരെ പറഞ്ഞു, നീ പൊങ്ങില്ല, നീ ഞങ്ങളുടെ രാജാവാകില്ല, നീ ഞങ്ങളുടെ നേതാവാകില്ല, നിന്റെ കാര്യം അവസാനിച്ചു, നിന്റെ അവസരം തീർന്നു, നിന്റെ പ്രാണൻ അവസാനിച്ചു. പക്ഷേ ആ മതിലിന്റെ മീതെ പടർന്നു കയറിയ ജോസഫിന്റെ മേൽ പകർന്ന ജീവന്റെ ശക്തി 8-ാം അധ്യായത്തിൽ പൂർണ്ണ ജയം പ്രാപിക്കുമ്പോൾ ജീവന്റെ ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ,
എനിക്കറിയാം പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ. ഞാൻ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുന്ന ഒരു മനുഷ്യനാ, പരിശുദ്ധാത്മാവിനെ ഭയക്കുന്ന ഒരു മനുഷ്യനാ, പരിശുദ്ധാത്മാവോട് ചോദിക്കുന്ന ഒരു മനുഷ്യനാ. ഓരോ ദിവസവും പരിശുദ്ധാത്മാവോട് ഞാൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന മനുഷ്യനാ. ഇന്ന് പകൽ ആത്മാവേ, ദൈവാത്മാവ് എനിക്ക് തന്ന ദൂത് പറയാ. ആമേൻ. ആ ഭൂമിക്കകത്ത് കിടക്കുന്ന വിത്ത് പടർന്നു കയറിയതുപോലെ ശുശ്രൂഷയിൽ പടർന്നു കയറട്ടെ. ആമേൻ. നിന്റെ മതിലിന്റെ മേൽ പടർന്നു കയറട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തോത്രം ചെയ്യ്. ഓ റാബ 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 ഹംദാരാ ജനാ ദരാ ജനാ ഹബ്ദനാ റിബൽ ഘടക സൈദനാ ഹർദനാ റിബൽ ഘടക സൈദനേ. ഹല്ലേലൂയ. നട്ടവാവൽ വിത്ത് രണ്ടില വന്നിട്ട് ഉണങ്ങിപ്പോകുന്നത് ജയത്തിന്റെ ഭാഗമാണ്, പക്ഷെ അത് പൂർണ്ണ ജയമല്ല. നട്ടവാവൽ വിത്ത് വളമെ പൊട്ടി ഭൂമി പൊട്ടി പുറത്തു വന്ന് 2-3 ഇല കാണിച്ച് പുഴുവെടുത്തു പോകുന്നത് അത് ജയത്തിന്റെ ഭാഗമാ. പൊട്ടി പുറത്തു വന്നു, അത് ജയമാ, പക്ഷെ അത് പൂർണ്ണ ജയമാകുന്നില്ല. പൂർണ്ണ ജയമാകണമെങ്കിൽ അവൻ പടരണം. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. നട്ടതുപോലെ നീ ഇരുന്നാൽ ഇത് പൂർണ്ണ ജയമല്ല. നട്ടപ്പോ ഒരു കൊട്ട, പറിച്ചപ്പോ ഒരു കൊട്ട അല്ല, അത് പൂർണ്ണ ജയമല്ല. ശുശ്രൂഷയിൽ നട്ടെടുത്ത് പടരണം, പടരണം, മേഖലകളിൽ പടരണം, സെന്ററുകളിൽ പടരണം, ജില്ലകളിൽ പടരണം, പഞ്ചായത്തുകളിൽ പടരണം. ഹല്ലേലൂയ. നേതൃത്വങ്ങളിൽ പടരണോ. ഇന്ന് പകൽ ആത്മാവിൽ ദൂത് കൈമാറുകയാ. തോറ്റുപോകാനല്ല, പുഴുക്കുത്തെടുത്ത് ഉണങ്ങിപ്പോകാനല്ല, നീ പടർന്നു കയറിയിട്ട് ഫലം പുറപ്പെടുവിക്കുന്ന വിത്തായി മാറുമ്പോ ഒന്ന് കരമടി ജാമേ പറ. ഇന്ന് പകൽ പ്രവചനയാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. അഭിഷിക്ത കുടുംബങ്ങളോട് ആത്മാവിൽ ഞാൻ ഈ പവർ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുകയാ. നിന്നെ ഉണക്കാൻ നോക്കിയ മേഖലകൾക്കകത്ത് വെട്ടിക്കളഞ്ഞ മണ്ഡലത്തിൽ പടർന്നു കയറുന്ന അഭിഷേകം. ആരാ പറഞ്ഞു നിന്നെ കൊള്ളത്തില്ലെന്ന്? ആരാ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന്? ആരാ പറഞ്ഞ നീ അസാധുവാണെന്ന്? അകത്ത് ജീവനുണ്ടോ കുഞ്ഞെ? അകത്ത് ജീവനുണ്ടെങ്കിൽ ഇന്നലെ നാളെ നീ പുറത്തു വരും. ഹല്ലേലൂയ. അകത്ത് ജീവനുണ്ടെങ്കിൽ പ്രതിസന്ധിയെ കണ്ട് നീ ഒളിഞ്ഞു കിടക്കില്ല, നീ പുറത്തു വരും. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ചെയ്യും. 5 മിനിറ്റുണ്ട്. ഒരു ദൂതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാം കുഴിച്ചു. അബ്രഹാം കുഴിച്ച കുഴി വെള്ളം കണ്ടു. അത് ജയത്തിനൊരു പ്രത്യേകതയാണ്. അബ്രഹാം വിഷയത്തിൽ ജയിച്ചു. അബ്രഹാം കുഴിച്ച കുഴിക്കകത്ത് വെള്ളം കണ്ടു, അബ്രഹാം ജയിച്ചു. രാമൻ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിന്റെ കാലത്ത് ഫെലിസ്ത്യർ അതിനെ മണ്ണിട്ട് മൂടി. ആരാ മണ്ണിട്ട് മൂടിയേ? ഫെലിസ്ത്യർ. അതങ്ങനെ കിടന്നു. പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കരയത കിണറേതാ അറിയാൻ കഴിയാതെ മൂടപ്പെട്ട് കിടക്കുകയാ. ഇന്ന് പകൽക്കാലം അതിനകത്തൊരു പൂർണ്ണജയം വരാൻ പോവാ. ജീസസ്. ഇതൊരു പ്രവചനം. ആരിന്ന് പകൽ തന്തമായിട്ട് തലേ കൈവച്ച് ദൂതേറ്റെടുക്കും. പിശാച് മണ്ണിട്ടത് നിന്റെ ഭാവിക്ക് നേരെ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ കൊച്ചു സഭയ്ക്ക് നേരെ ആത്മാക്കൾ വർദ്ധിക്കാതെ, സ്നാനം നടക്കാതെ ഫിലിസ്ത്യർ കൂട്ടിയിട്ട കല്ലും മണ്ണും ഈ 2-ാമത്തെ ദിവസം 2-ാമത്തെ സെഷനിൽ ഇന്ന് പകൽക്കാലം അത് വീണ്ടും കുഴിക്കാൻ പോകുകയാ. ഒരു ജയത്തിനപ്പുറത്തൊരു പൂർണ്ണ ജയം വ്യാപരിക്കാൻ പോകുകയാ. ഇന്ന് പകൽ ചില സഭകളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. ആമേൻ. ഇന്ന് പകൽ ആര് ദൈവത്തെ സ്തുതിക്കോ, ആര് ദൈവത്തെ ആരാധിക്കോ. ഇന്ന് പകൽ മുൻപീതോടെ ഇരിക്കല്ലേ. ഇത് എന്റെ ബുദ്ധിയല്ല, പരിശുദ്ധാത്മ പറയുന്ന ദൂതാണ്. ഇത് നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ്. അതുകൊണ്ട് ദൈവാത്മ പറയുക, പിശാച് കല്ലു വാരിയിട്ടത്, പിശാച് മണ്ണു വാരിയിട്ടത്, ഈ പ്രസ്ഥാനം ഉയരരുത്, ഈ പ്രസ്ഥാനം നന്നാകരുത്, നേതൃത്വ നിരക്ക് സ്വസ്ഥത കൊടുക്കരുത്, സമാധാനം കൊടുക്കരുത് എന്ന് പറഞ്ഞ ഫെലിസ്ത്യ ശക്തികൾ ഉരുട്ടിവെച്ച ചില കല്ലുകള്, വാരിയിട്ട മണ്ണുകള് ഇന്ന് പകൽ തന്റെ സന്തതി ഇസഹാക്കിനെ കൊണ്ട് അത് വീണ്ടും
കുഴിപ്പിക്കുന്ന പകല്. എന്റെ ഉള്ളംകാലം മുതൽ തലമുടി നാട് വരെ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഒരു ഇസഹാക്കിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന കാലഘട്ടം 2025 ദൈവസഭയ്ക്ക് വേണ്ടി ഇസഹാക്കുമാർ എഴുന്നേൽക്കുന്ന കാലഘട്ടം. ഇസഹാക്കുമാർ എഴുന്നേൽക്കുന്ന കാലഘട്ടം. അപ്പൻ കുടിച്ചതിനെ തലമുറ കൊണ്ട് കുടിപ്പിക്കില്ലെന്ന് പറഞ്ഞ്, അപ്പൻ കുടിച്ചതിനെ തലമുറ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ്, തലമുറ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറിയിട്ട കല്ലും മണ്ണും നീക്കുന്ന പകൽ. പോരാ 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 പോരാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. ഉടരാവാന ഹപനാദര റഖമന സംദരാദനജന. പിതാക്കന്മാർ കുടിച്ചതിനെ തലമുറ കൊണ്ട് കുടിപ്പിക്കില്ലെന്ന് പറഞ്ഞ് പിശാച് പോരാടിയെങ്കിൽ ഇന്ന് പകൽ അതിനൊരു പൂർണ്ണ ജയം, അതിനൊരു പൂർണ്ണ ജയം ദൈവസഭയ്ക്ക്, ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയ്ക്ക് ഒരു പൂർണ്ണ ജയം. ചില ഇസഹാക്കുമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയോ, പ്രതീക്ഷിക്കാത്തവരെ ദൈവം മുന്നോട്ട് കൊണ്ടുവരാൻ പോകുകയോ. അത് ഞാനാകണം എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ദൂത് അവസാനിച്ചില്ല, പക്ഷെ നിർത്താൻ പോവുക. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാ. ഫെലിസ്ത്യൻ ആഗ്രഹിച്ച ഒന്നേ ഉള്ളൂ, ഈ കിണറ്റിൽ നിന്നും കൂരരുത്, ഈ കിണറ്റിൽ നിന്നും കുടിക്കരുത്, ഈ കിണറിന്റെ അനുഭവം ഇനി അനുഭവിക്കരുത്, അബ്രഹാമിന്റെ സന്തതി ഇത് അനുഭവിക്കരുത്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, ഒരു ഇസഹാക്കിനെ ദൈവം എഴുന്നേൽപ്പിച്ച് വീണ്ടും കുഴിക്കാൻ പോവാ. ഞാൻ ഒറ്റ ദൂതോട് പറയാം. ഒരു സൈഡിൽ ഇസഹാക്ക്, ഒരു സൈഡില് ഫെലിസ്തീയർ. ഇസഹാക്കിന്റെ കയ്യിൽ എൻ്റെ ഭാഷ പറയുക, കൊട്ടയുണ്ട്, മൺവെട്ടിയുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നവൻ കൂട്ടം കൂടി നിൽക്കുക. ഇസഹാക്ക് ഒറ്റയ്ക്ക. ആമേ. ഇസഹാക്ക് എങ്ങനെ നിൽക്കുന്നേ? ഒറ്റയ്ക്ക. ശത്രുക്കൾ കൂട്ടം കൂടി നിൽക്കുക. എൻ്റെ ദൈവമേ, ഭൂരിപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവനല്ല, എൻ്റെ ദൈവം ന്യൂനപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവനാ. ഓ റാ. ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ വീട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കും കരയുന്നത്, നിന്റെ സഭയിൽ നീ ഒറ്റയ്ക്കായിരിക്കും കരയുന്നത്. ഇന്നു പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റയ്ക്ക് കരയുന്ന അഭിഷിക്തന്മാരെ, കൂടെ കരയാൻ ആരും കാണില്ല. ഒറ്റയ്ക്ക് കരയുന്ന അഭിഷിക്തന്മാരെ, കൂടെ കരയാൻ ആരും കാണില്ല. പക്ഷെ ഇന്ന് പകൽ കരയുന്ന നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോകുകയോ, സ്വർഗം ഇറങ്ങാൻ പോകുകയോ, നിനക്കൊരു പൂർണ്ണ ജയം വരാൻ പോകുകയോ. ഓ ശക്തിയോടെ കരമടിച്ച് ഒറ്റയ്ക്ക് കരയുന്നവരെ സ്വർഗം ഇറങ്ങുകയാ. സ്വർഗം ഇറങ്ങിയിട്ട് പറഞ്ഞു എന്തറിയാമോ? ഈ കിണറിനെ കല്ലിട്ട് നിനക്ക് മൂടി, മണ്ണിട്ട് മൂടി. ആമേ. ഫെലിസ്തീയ സ്വർഗം ഇറങ്ങി പറയുക, എടാ ഫെലിസ്തീയ, ഈ കിണറിനെ നിനക്ക് മൂടാം, കല്ലിടാം, മണ്ണിടാം, പക്ഷേ ഈ കിണറിന്റെ അടിയിൽ ഒരു ഉറവയുണ്ട്. ഇതിന്റെ അടിയിൽ ഉറവയുണ്ട്. ഈ ഉറവയെ അടയ്ക്കാൻ ഒരു ഫെലിസ്തീനും പറ്റില്ല, ഒരു ഫെലിസ്തീനും പറ്റില്ല. കരമടിച്ച് സ്വതന്ത്രം ചെയ്യാ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നതുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
കർത്താവിൻ കുഞ്ഞുങ്ങൾ അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലും ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലും ദൈവമേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനും രാജാവേ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ഇടയൻ ഉത്തമ സ്നേഹിതേ നിത്യനും രാജാവേ കൂട്ടാളിയാളേ. ഇത്ര നല്ല ഇടയൻ എനിക്ക് ഉത്തമ സ്നേഹിതൻ കൂട്ടാളിയാളേ. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാകട ശബ്ദങ്ങൾ കേട്ടിടാം നേരമായി കഷ്ടങ്ങളേറ്റേ പ്രിയരെ കാണാനായി. കാകട ശബ്ദങ്ങൾ കേട്ടിടാം നേരമായി കഷ്ടങ്ങളേറ്റേ പ്രിയരെ കാണാൻ. എന്തോ നീ അപ്രത്യാശയോട് ചേർന്ന് എന്റെ യേശു കർത്താവിനെ ചേർപ്പാൻ എപ്പോൾ വന്നിടും എത്ര നോക്കിയാൽ എന്നു നീ വന്നിടും എപ്പോൾ വന്നിടും എത്ര നോക്കിയ പട്ടണ പ്രിയരേ. എന്നു നീ വന്നിടും എപ്പോൾ പട്ടണ പ്രിയരേ. എന്നു നീ വന്നിടും എപ്പോൾ വന്നിടും Holy power, holy power, holy power. Praise Jesus. Hallelujah.